നമസ്കാരം. ഇന്ത്യൻ പൊളിറ്റിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. എങ്ങനെയാണ് ഈ ഭരണഘടന നിലവിൽ വന്നത് എന്നും അതിൻ്റെ പിന്നിലുള്ള പ്രോസസ്സുകൾ എന്തൊക്കെയായിരുന്നു എന്നതുമാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമുകൾക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഭാഗമാണ് ഇത്. 2 പാർട്ടിലൂടെ ഈ അധ്യായം കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് കടക്കാം. മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡിമാൻഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇന്ത്യൻ ഭരണഘടന എങ്ങനെ രൂപപ്പെട്ടു എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുവാൻ വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണം എന്ന ആശയം നേരത്തെ തന്നെ നിലവിലുണ്ടായിരുന്നു. അതായത്, ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുവാൻ വേണ്ടി ഒരു സമിതി രൂപീകരിക്കണം എന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. നമുക്കതിനെപ്പറ്റി കൂടുതലായി നോക്കാം. ഇറ്റ് വാസ് ഇൻ 1934 that the idea of a constituent assembly for India was put forward for the first time by M.N. Roy, a pioneer of communist movement in India. 1934 M.N. റോയ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ മുൻനിര പോരാളിയായിരുന്ന M.N. റോയ് ആണ് ആദ്യമായി ഇന്ത്യക്ക് ഭരണഘടന നിർമ്മിക്കുവാൻ വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. ഇൻ 1935 ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC ഫോർ ദ ഫസ്റ്റ് ടൈം ഒഫീഷ്യലി ഡിമാൻഡഡ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ടു ഫ്രെയിം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. M.N. റോയ് ഈ ആശയം മുന്നോട്ട് വച്ചതിന് ശേഷം 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലായി തന്നെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുവാൻ വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി വേണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചു. ഇൻ 1938 ജവഹർലാൽ നെഹ്റു ഓൺ ബിഹാഫ് ദ INC ഡിക്ലെയർഡ് ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ മസ്റ്റ് ബി ഫ്രെയിംഡ് വിത്തൗട്ട് ഔട്ട്സൈഡ് ഇൻ്റർഫറൻസ് ബൈ എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. 1938 INCക്ക് വേണ്ടി ജവഹർലാൽ നെഹ്റു ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആരുടെയും കൈകടത്തൽ ഇല്ലാതെ തന്നെ നിർമ്മിക്കണമെന്നും ഇങ്ങനെ ഭരണഘടന രൂപീകരിക്കുവാൻ വേണ്ടി പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായിരിക്കണം എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. The demand was finally accepted in principle by the British government in what is known as the August Offer of 1940. ഇന്ത്യ 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി 1940 ബ്രിട്ടീഷ് ഓഗസ്റ്റ് ഓഫർ കൊണ്ടുവന്നിരുന്നു. ഇതിലൂടെ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കണം എന്ന ഇന്ത്യയുടെ ആവശ്യം ബ്രിട്ടീഷ് തത്വത്തിൽ അംഗീകരിച്ചു. എന്നാൽ ആവശ്യം അംഗീകരിച്ചതേ ഉള്ളൂ, അപ്പോൾ ഇത് രൂപീകരിച്ചില്ല. പിന്നീട് 1946 ശരിക്കും ഇങ്ങനെയൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപപ്പെട്ടത്. നമുക്കിനി അതിനെപ്പറ്റിയൊക്കെ കൂടുതലായി നോക്കാം. Composition of the Constituent Assembly. The Constituent Assembly was constituted in November 1946 under the scheme formulated by the Cabinet Mission Plan. 1940 ഓഗസ്റ്റ് ഓഫറിലൂടെ ഇന്ത്യയുടെ ഈ ആവശ്യം ബ്രിട്ടീഷ് അംഗീകരിച്ചുവെങ്കിലും പിന്നീട് ക്യാബിനറ്റ് മിഷൻ പ്ലാനിലൂടെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ശരിക്കും രൂപം കൊണ്ടത്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുവാൻ വേണ്ടി 1946 നവംബറിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നു. ഇനി നമുക്ക് സമിതിയുടെ സ്ട്രെങ്ത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിയാം. 1. The total strength of the Constituent Assembly was to be 389. Of this, 296 seats were to be allotted to British India and 93 seats to the princely states. ശരിക്കും ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അംഗബലം എന്ന് പറയുന്നത് 389 ആയിരുന്നു. ഇതിൽ തന്നെ 296 സീറ്റ് ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടി മാറ്റിവെച്ചു. ബാക്കി വരുന്ന 93 സീറ്റുകൾ നാട്ടുരാജ്യങ്ങൾക്കായും മാറ്റിവെച്ചു. ഔട്ട് ഓഫ് 296 സീറ്റ്സ് അലോട്ടഡ് ടു ദ ബ്രിട്ടീഷ് ഇന്ത്യ, 292 മെമ്പേഴ്സ് വെയർ ടു ബി ഡ്രോൺ ഫ്രം ദ 11 ഗവർണേഴ്സ് പ്രൊവിൻസസ് ആൻഡ് 4 ഫ്രം the 4 chief commissioners provinces, 1 from each.
ഇനി ബ്രിട്ടീഷ് ഇന്ത്യക്ക് അലോട്ട് ചെയ്ത 296 സീറ്റിൽ 292 സീറ്റും 11 ഗവർണർമാരുടെ അധീനതയിൽ ഉള്ള പ്രവിശ്യകളിൽ നിന്നും ആയിരിക്കണമായിരുന്നു. ബാക്കി 4 സീറ്റ് 4 ചീഫ് കമ്മീഷണർമാരുടെ പ്രൊവിൻസുകളിൽ നിന്നും ആയിരിക്കണമായിരുന്നു. ഇതിൽ സ്പെഷ്യലി പ്രത്യേകിച്ചൊന്നുമില്ല, ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് ഉള്ള സീറ്റുകൾ എവിടെ നിന്നൊക്കെ വരണമായിരുന്നു എന്ന് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം. 2. Each province and princely state or group of state in case of small states were to be allotted seats in proportion to their respective population. Roughly, 1 seat was to be allotted for every million population. ഓരോ പ്രൊവിശ്യകൾക്കും അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങൾക്കും സീറ്റ് അലോട്ട് ചെയ്യുന്നത് അവയുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ആയിരുന്നു. 10 ലക്ഷം ജനങ്ങൾക്ക് ഒരു സീറ്റ് എന്നതായിരുന്നു കണക്ക്. 3. Seats allocated to each British province were to be divided among the 3 principal communities, Muslims, Sikhs and General, all except Muslims and Sikh, in proportion to their population. ഇനി ബ്രിട്ടീഷ് ഇന്ത്യക്ക് അലോക്കേറ്റ് ചെയ്ത സീറ്റുകൾ തന്നെ 3ആയി ഡിവൈഡ് ചെയ്തിരുന്നു, മുസ്ലിംസ്, സിഖ് ആൻഡ് ജനറൽ എന്ന രീതിയിൽ. എന്നിട്ട് ഈ മതങ്ങളുടെ സ്ട്രെങ്തിന് ആനുപാതികമായ സീറ്റാണ് നൽകിയിരുന്നത്. അതായത് ശരിക്കും ജനങ്ങളുടെയും മതങ്ങളുടെയും ഒക്കെ ആനുപാതികമായ ഒരു സീറ്റ് തന്നെയാണ് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കൊടുത്തത്. 4. The representatives of each community were to be elected by members of that community in the provincial legislative assembly, and voting was to be by the method of proportional representation by means of single transferable vote. ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി പ്രതിനിധികളെ തിരഞ്ഞെടുത്തിരുന്നത് പ്രവിശ്യകളിലെ നിയമസഭകളിലുണ്ടായിരുന്ന ആ കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സ് വോട്ട് ചെയ്തിട്ടാണ്. അതായത് ഒരു പ്രത്യേകം കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് പ്രൊവിൻസുകളിലുണ്ടായിരുന്ന നിയമസഭകളിലെ ആ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. വോട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറൽ വോട്ട് ആണ്. നമ്മുടെ രാജ്യസഭയിലെ മെമ്പേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റം. 5. The representatives of princely states were to be nominated by the heads of the princely states. ഇനി നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് നോമിനേഷനിലൂടെയാണ്. അതായത് നാട്ടുരാജ്യങ്ങളുടെ തലവന് തൻ്റെ പ്രതിനിധിയെ ശുപാർശ ചെയ്യാമായിരുന്നു. ഇത്രയൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുവാൻ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നിബന്ധനകൾ. ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നുമുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുവാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി നോക്കാം. ഇലക്ഷൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ഒരു നിബന്ധനകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമുക്കതിൻ്റെ ഇലക്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. The elections to the Constituent Assembly for 296 seats allowed to the British Indian provinces were held in July-August 1946. The Indian National Congress won 208 seats, the Muslim League 73 seats, and the small groups and independents got the remaining 15 seats. However, the 93 seats allowed to the princely states were not filled as they decided to stay away from the Constituent Assembly. ബ്രിട്ടീഷ് ഇന്ത്യക്ക് അനുവദിച്ചിട്ടുള്ള 296 സീറ്റുകളിൽ 1946 ജൂലൈ മുതൽ ആഗസ്റ്റ് വരെയുള്ള സമയത്ത് ഇലക്ഷൻസ് നടന്നു. ഈ 296 സീറ്റുകളിൽ 208 സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു. 73 സീറ്റുകളിൽ മുസ്ലിം ലീഗ് ജയിച്ചു. ബാക്കി 15 സീറ്റുകളിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളും സ്വതന്ത്രന്മാരുമൊക്കെ ജയിച്ചു. ഈ പറഞ്ഞതൊക്കെ ബ്രിട്ടീഷ് ഇന്ത്യക്ക് അനുവദിച്ചിട്ടുള്ള 296 സീറ്റുകളുടെ കാര്യമാണ്. എന്നാൽ നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള 93 സീറ്റുകൾ ഫില്ലായില്ല. കാരണം നാട്ടുരാജ്യങ്ങൾ ഈ ഇലക്ഷനിൽ നിന്ന് വിട്ടുനിന്നു. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അനുവദിച്ചിട്ടുള്ള 93 സീറ്റുകൾ വേക്കൻ്റായി കിടന്നു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കാനായി രൂപം കൊണ്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ശരിക്കും നിലവിൽ വരുന്നത്. ഇനി നമുക്കതിൻ്റെ വർക്കിംഗ് കൂടി നോക്കാം. വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി.
The Constituent Assembly held its first meeting on December 9, 1946. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത്. The Muslim League boycotted the meeting and insisted on a separate state of Pakistan. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഈ മീറ്റിംഗ് മുസ്ലിം ലീഗ് ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. മറ്റൊരു രാജ്യം, അതായത് പാകിസ്ഥാൻ വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചുനിന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ മീറ്റിംഗ് ബഹിഷ്കരിച്ചു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ദ ഓൾഡസ്റ്റ് മെമ്പർ, വാസ് ഇലക്റ്റഡ് ആസ് ദ ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദ അസംബ്ലി ഫോളോയിങ് ദ ഫ്രഞ്ച് പ്രാക്ടീസ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മീറ്റിംഗിൽ ഫ്രഞ്ച് പ്രാക്ടീസ് അനുസരിച്ച് ഏറ്റവും മുതിർന്ന അംഗമായിരുന്ന ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ സമിതിയുടെ താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ലേറ്റർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ഇലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ദ അസംബ്ലി. അതിനുശേഷം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അതായത് നമ്മൾ ആദ്യം പ്രോ ടൈം സ്പീക്കറെ തിരഞ്ഞെടുത്തതിന് ശേഷം ഒറിജിനൽ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഇത്. ആദ്യം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഒരു താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. അതിനുശേഷം ശരിക്കും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. H.C. മുഖർജി ആൻഡ് V.T. കൃഷ്ണമാചാരി വെയർ ഇലക്റ്റഡ് ആസ് ദ വൈസ് പ്രസിഡന്റ്സ് ഓഫ് ദ അസംബ്ലി. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് 2 വൈസ് പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നു, H.C. മുഖർജി ആൻഡ് V.T. കൃഷ്ണമാചാരി. ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഇമ്പോർട്ടൻ്റായ ഒരു റെസൊല്യൂഷനാണിത്. എന്താണെന്ന് നോക്കാം. On December 13, 1946, Jawaharlal Nehru moved the historic Objectives Resolution in the Assembly. It laid down the fundamentals and philosophy of the constitutional structure. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് കൂടിയത്. ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ചു. ഈയൊരു പ്രമേയത്തിൽ ഇന്ത്യയുടെ ഭാവി ഭരണഘടന എങ്ങനെയായിരിക്കണമെന്നും അവയുടെ അടിസ്ഥാനങ്ങളും ദർശനങ്ങളും എങ്ങനെയായിരിക്കണം എന്നും വിവരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. 1. This Constituent Assembly declares its firm and solemn resolve to proclaim India as an independent sovereign republic and to draw up for her future governance a constitution. ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഭാവി ഭരണനിർവഹണത്തിനു വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കുവാൻ ഉള്ള ദൃഢനിശ്ചയവും എടുത്തിരിക്കുന്നു. 2. Wherein the territories that now comprise British India, the territories that now form the Indian states, and such other parts of India as are outside India and the states as well as other territories as are willing to be constituted into the independent sovereign India shall be a union of them all. ഇവിടെ ഇന്ത്യയുടെ ഭൂപ്രദേശത്തെ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. നിലവിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അധീനതയിൽ ഉള്ള സ്ഥലങ്ങൾ, ഇന്ത്യൻ സ്റ്റേറ്റ്സ് അതായത് നാട്ടുരാജ്യങ്ങളുടെ അധീനതയിൽ ഉള്ള സ്ഥലങ്ങൾ, അതോടൊപ്പം മറ്റ് സ്ഥലങ്ങൾ, അതായത് നിലവിൽ ഇന്ത്യയുടെ പുറത്ത് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഭൂപ്രദേശം ഉണ്ടെങ്കിൽ അവയെയും കൂടി ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നതായിരിക്കും സ്വതന്ത്ര പരമാധികാര ഇന്ത്യൻ യൂണിയൻ. 3. Wherein the said territories, whether with their present boundaries or with such others as may be determined by the Constituent Assembly and thereafter according to the law of the Constitution, shall possess and retain the status of autonomous units together with the residuary powers and exercise all powers and functions of government and administration, save and except such powers and functions as are vested in or assigned to the Union or as are inherent or implied in the Union or resulting therefrom. ഇത് കൂടുതൽ കൺഫ്യൂസറായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുൻപ് നമ്മൾ പറഞ്ഞു ടെറിട്ടറീസ് ഭൂപ്രദേശങ്ങൾ എല്ലാം ചേർത്ത് ഒരു യൂണിയൻ നിർമ്മിക്കും എന്ന്. ഇവിടെ പറയുന്നത് ഇങ്ങനെ നിർമ്മിച്ച യൂണിയനിൽ ഭരണ സൗകര്യാർത്ഥം ചെറിയ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും എന്നാണ്.
ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റുകൾ ഉണ്ട്, ചെറിയ ചെറിയ ഓട്ടോണമസ് യൂണിറ്റുകളായിട്ട്. ഇതിൽ നിന്ന് കൂടുതൽ കൺഫ്യൂസർ ആക്കുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമപ്രകാരം ഓട്ടോണമസ് യൂണിറ്റുകൾ നിർമ്മിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. 4. Wherein all power and authority of the sovereign independent India, its constituent parts and organs of government are derived from the people. പരമാധികാര സ്വതന്ത്ര ഇന്ത്യ, ഗവൺമെൻറ്, അതിൻ്റെ അനുബന്ധ ഘടകങ്ങൾ ഇവയുടെ എല്ലാം തന്നെ അധികാരം ലഭ്യമാകുന്നത് ജനങ്ങളിൽ നിന്നാണ്. ശരിക്കും രാഷ്ട്രത്തിൻ്റെ അധികാരം ജനങ്ങളിൽ നിന്ന് ഡ്രോ ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5. Wherein shall be guaranteed and secured to all the people of India justice, social, economic and political, equality of status of opportunity and before the law, freedom of thought, expression, belief, faith, worship, vocation, association and action subject to law and public morality. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കാണാൻ സാധിക്കുന്നവയാണ്. ശരിക്കും ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ്റെ ഒരു ബ്രീഫാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ ആമുഖത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗത്തിനും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തും, ഓരോ വ്യക്തിക്കും അന്തസ്സിനും അവസരത്തിനും ഉള്ള സമത്വം ഉറപ്പുവരുത്തും, അതോടൊപ്പം തന്നെ നിയമത്തിനു മുന്നിൽ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ആശയവിനിമയം നടത്തുവാനും വിശ്വസിക്കാനും ആരാധിക്കുവാനും തുടങ്ങിയവയ്ക്കെല്ലാമുള്ള അവകാശങ്ങൾ നൽകും എന്നുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു എക്സെപ്ഷനും പറഞ്ഞിട്ടുണ്ട്, സബ്ജക്റ്റ് ടു ലോ ആൻഡ് പബ്ലിക് മൊറാലിറ്റി. അതായത് നിയമത്തിനും പൊതു താൽപ്പര്യത്തിനും അനുസൃതമായി ഈ അവകാശങ്ങളെല്ലാം നൽകും. 6. Wherein adequate safeguards shall be provided for minorities, backward and tribal areas and depressed and other backward classes. ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, അതോടൊപ്പം മറ്റ് ഡിപ്രസ്ഡ് ക്ലാസസ്, ഇവർക്കെല്ലാം തന്നെ ആവശ്യമായ സംരക്ഷണം നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7. Whereby shall be maintained the integrity of the territory of the Republic and its sovereign rights on land, sea and air according to justice and the law of civilized nations. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ പരമാധികാരവും ഇൻറ്റഗ്രിറ്റിയും നീതിയുക്തമായും നിയമപരമായും സംരക്ഷിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കും എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. 8. This ancient land attains its rightful and honored place in the world and makes its full and willing contribution to the promotion of world peace and the welfare of mankind. തീർച്ചയായും നമ്മുടെ ഈ പുരാതന ഭൂമിക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ആദരണീയമായ സ്ഥാനമുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ ലോക സമാധാനത്തിനു വേണ്ടിയും മാനവരാശിയുടെ ക്ഷേമത്തിനു വേണ്ടിയും നമ്മൾ സംഭാവന ചെയ്യും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. This resolution was unanimously adopted by the Assembly on January 22, 1947. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ 1947 ജനുവരി 22 ഐക്യകണ്ഠേന ഭരണഘടനാ നിർമ്മാണ സമിതി പാസാക്കി. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലെ പല ആശയങ്ങളുമാണ് പിന്നീട് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. അത്രയ്ക്ക് പ്രാധാന്യമർഹിക്കുന്നതായിരുന്നു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഇനി നമുക്ക് ഇതിനുശേഷം ഇൻഡിപെൻഡൻസ് ആക്ട് 1947 വന്നതോടുകൂടി ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചേഞ്ചസ് ബൈ ദ ഇൻഡിപെൻഡൻസ് ആക്ട്. നമുക്കറിയാം, ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത് 1946 അതിനുശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിക്കാനായി കൊണ്ടുവന്ന നിയമമാണ് ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഈ നിയമം ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. 1. The Assembly was made a fully sovereign body which could frame any constitution it pleased. The Act empowered the Assembly to abrogate or alter any law made by the British Parliament in relation to India. ഈ നിയമം ഭരണഘടനാ നിർമ്മാണ സമിതിയെ ഒരു പരമാധികാര ബോഡിയായി മാറ്റി ഇന്ത്യക്കു വേണ്ടി ഭരണഘടന നിർമ്മിക്കുവാനുള്ള
പൂർണ്ണ അധികാരവും ഈ സമിതിക്ക് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമങ്ങൾ മാറ്റം വരുത്തുവാനോ പിൻവലിക്കുവാനോ ഉള്ള അധികാരവും ഈ സമിതിയിൽ നിക്ഷിപ്തമായിരിക്കും. 2. The Assembly also became a legislative body. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രധാന ഉത്തരവാദിത്തം ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന നിർമ്മിക്കുക എന്നതാണ്. എന്നാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി ഒരു ഉത്തരവാദിത്വം കൂടി ഈ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ഇന്ത്യക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു അത്. ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് 2 ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടി വന്നു. ഒന്ന്, ഇന്ത്യയുടെ ഭരണഘടന ഫ്രെയിം ചെയ്യുക. രണ്ടാമത്, ഒരു താൽക്കാലിക പാർലമെൻറ്റായി ഫംഗ്ഷൻ ചെയ്യുക. ഈ സമിതി ഭരണഘടനാ നിർമ്മാണ ആവശ്യത്തിനു വേണ്ടി കൂടിച്ചേരുമ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അതുപോലെ നിയമനിർമ്മാണ സഭയുടെ ആവശ്യത്തിനു വേണ്ടി കൂടിച്ചേരുമ്പോൾ GV മാവ്ലങ്കർ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഇങ്ങനെ 2 ആവശ്യങ്ങൾക്ക് ഈ ഭരണഘടനാ നിർമ്മാണ സമിതി ഫംഗ്ഷൻ ചെയ്യേണ്ടി വന്നു. 3. The Muslim League members hailing from the areas included in the Pakistan withdrew from the Constituent Assembly for India. Consequently, the total strength of the Assembly came down to 299 as against 389 originally fixed in 1946 under the Cabinet Mission Plan. The strength of the Indian provinces, formerly British provinces, was reduced from 296 to 229 and those of the princely states from 93 to 70. 1947 ഇൻഡിപെൻഡൻസ് ആക്ട് വന്നതോടുകൂടി നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിച്ചു. അതുകൊണ്ട് തന്നെ നേരത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് അംഗങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്ന് പിന്മാറി. അങ്ങനെ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വഴി ഫിക്സ് ചെയ്ത 389 എന്ന അംഗസംഖ്യയിൽ നിന്ന് 299 എന്ന നിലയിലേക്ക് എത്തി. ഇതിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 296 സീറ്റുകൾ 229 കുറഞ്ഞു. അതോടൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സീറ്റുകൾ 93 നിന്നും 70 കുറഞ്ഞു. അതായത് ഈ നിയമം വന്നതിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അംഗസംഖ്യ കുറഞ്ഞു. ഇത്രയും മാറ്റങ്ങളാണ് 1947 ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഉണ്ടായത്. ഇനി ഭരണഘടന ഉണ്ടാക്കുക, നിയമങ്ങൾ നിർമ്മിക്കുക എന്നീ ചുമതലകൾക്കു പുറമെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ചെയ്തിരുന്നത് എന്ന് നോക്കാം. Other functions performed. In addition to the making of the Constitution and enacting of ordinary laws, the Constituent Assembly also performed the following functions. ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന നിർമ്മിക്കുക, നിയമങ്ങൾ പാസാക്കുക എന്നീ ചുമതലകൾക്കു പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഭരണഘടനാ നിർമ്മാണ സമിതി നിർവഹിച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1. It ratified the India's membership of the Commonwealth in May 1949. മുൻപ് ബ്രിട്ടീഷ് അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെയെല്ലാം ഒരു കൂട്ടായ്മയാണ് ഈ കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത്. 1949 മെയ്യിൽ ഇതിലേക്കുള്ള മെമ്പർഷിപ്പ് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് പാസ്സാക്കിയത്. അങ്ങനെ അന്നു മുതൽ ഇന്ത്യ കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ അംഗമാണ്. 2. It adopted the national flag on July 22, 1947. നമ്മൾ ഇപ്പോൾ കാണുന്ന ഇന്ത്യയുടെ ദേശീയ പതാക 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സമിതി അഡോപ്റ്റ് ചെയ്തത്. 3. It adopted the national anthem on January 24, 1950. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതി അഡോപ്റ്റ് ചെയ്തത്. 4. It adopted the national song on January 24, 1950. ദേശീയ ഗാനത്തോടൊപ്പം ദേശീയ ഗീതവും 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതി അഡോപ്റ്റ് ചെയ്തത്. ഇന്ത്യയുടെ നാഷണൽ സോങ് എന്നറിയപ്പെടുന്നത് വന്ദേ മാതരമാണ്. 5. It elected Dr. Rajendra Prasad as the first President of India on January 24, 1950. അന്ന് തന്നെ 1950 ജനുവരി 24 തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായി നിയമിക്കുക കൂടി ചെയ്തു. അതും ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്
ചെയ്തത്. ഈ 1950 ജനുവരി 24 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റായ ഒരു ഡേറ്റാണ്. നമ്മളിപ്പോൾ തന്നെ കണ്ടു ചില പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുത്തത് ഈ ഡേറ്റിലാണ്. ഓൺ ജനുവരി 24, 1950, ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹെൽഡ് ഇറ്റ്സ് ഫൈനൽ സെഷൻ. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതി അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെഷനാണ് കൂടിയത്. അതിന് കാരണം 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. It, however, did not end and continued as the Provisional Parliament of India from January 26, 1950 till the formation of new parliament after the first general elections in 1951-52. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രധാനപ്പെട്ട ഒരു ചുമതല അവസാനിച്ചു. എന്നിരുന്നാലും 1951-52 പൊതു തിരഞ്ഞെടുപ്പ് വരെ ഇന്ത്യയുടെ താൽക്കാലിക പാർലമെൻറ്റായി തുടർന്നു പോന്നു. പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ പാർലമെൻറ്റ് നിലവിൽ വന്നതോടുകൂടി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റുകയും അത് ഇല്ലാതാവുകയും ചെയ്തു. നമ്മളിപ്പോൾ കണ്ടതുപോലെ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റായ സംഭാവനകളാണ് ഭരണഘടനാ നിർമ്മാണ സമിതി വഹിച്ചിട്ടുള്ളത്. ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് പാർട്ടും പൊളിറ്റിയുടെ പ്ലേലിസ്റ്റും ഇവിടെ കൊടുത്തിരിക്കുന്നു. നന്ദി.